ഹലോ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു 3 bedroom പ്രൈവറ്റ് പൂൾ ഹോം സ്റ്റേയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹോം സ്റ്റേയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് തന്നെ ഒരു ബാക്ക് വാട്ടർ വ്യൂ ആണ്. നമ്മുടെ ബാണാസുര ഡാമിൻ്റെ വ്യൂ ആണ്. അപ്പോൾ ഡാമിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു രക്ഷയില്ല കേട്ടോ. ഫുൾ ടൈം കാറ്റാണ്. അപ്പോൾ നമുക്ക് ഏത് ക്ലൈമറ്റിലും, ഇപ്പോൾ മാർച്ച് എന്നൊക്കെ പറഞ്ഞൊരു ചൂട് ക്ലൈമറ്റാണ്, പക്ഷേ ഇവിടെ ഫുൾ ടൈം ഒരു ഭയങ്കര ഒരു കൂൾ ക്ലൈമറ്റാണ്. അപ്പോൾ ഏത് ടൈമിൽ നമുക്ക് ഇവിടെ വന്ന് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ്. അത് നമുക്ക് ഹോം സ്റ്റേയിലേക്ക് പോവാം. ഇതാണ് ഹോം സ്റ്റേ വരുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്നത് ഇതാണ് ഹോം സ്റ്റേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിൻ്റെ റൂം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഹോം സ്റ്റേയുടെ ഉള്ളിലേക്ക് കയറി വന്നേക്കുവാണ്. കയറി വരുമ്പോൾ തന്നെ നല്ല വലിയൊരു ഹോള് നല്ല ഭംഗിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ ഒരു സോഫ കാര്യങ്ങൾ, ഇവിടെ ചെയർസ് ഒക്കെ ഉണ്ട്. നമുക്ക് അറ്റ് എ ടൈം ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കാം. പിന്നെ ഇവിടെ ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ഒരു ഏരിയ, ഡൈനിങ് ടേബിളൊക്കെ ചെയർസ് ഒക്കെ വെച്ച്, പിന്നെ അവിടെ ഒരു റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമൊക്കെ നല്ല വലിയ സ്പേഷ്യസ് ഉള്ള നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. അറ്റ് എ ടൈം ഒരു 3 പേർക്കൊക്കെ സുഖമായിട്ട് ബെഡിൽ കിടക്കാം. പിന്നെ ഇതാ ഇവിടെ തന്നെ ഒരു വാഷ്റൂം കാര്യങ്ങളൊക്കെ, ഒരു വാഷ്റൂമൊക്കെ ഉണ്ട്. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് വാഷ്റൂമുകളാണ്. വാഷ്റൂമൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിൻ്റെ ഒരു സവിശേഷതകൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് AC-യുടെ ആവശ്യമില്ല. എനി ടൈം ഇവിടെ കൂളായിരിക്കും, നല്ല കൂളായിരിക്കും. ഫാനുണ്ട് എങ്കിലും എനി ടൈം നമുക്ക് കൂളായ ആംബിയൻസ് ആയിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് 2 ബെഡ്റൂംസ് ഇവിടെ വരുന്നുണ്ട്. ഈ സൈഡിലും ഓരോ ബെഡ്റൂംസ് വരുന്നുണ്ട്. അപ്പം ഞാൻ ആ ബെഡ്റൂം ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇത് ആ ബെഡ്റൂം പോലെ തന്നെ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടുത്തെ ബെഡ്റൂം ആണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അവിടെ ഒരു വാഷ്റൂം, എല്ലാ റൂമിലും അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത്, എല്ലാവരുടെയും ഒരു ഡൗട്ട് ആയിരിക്കും, അപ്പോൾ കുക്കിംഗ് ചെയ്യാൻ ഒരു കിച്ചൺ വേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ കിച്ചണും ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് വെൽ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇവിടെ ഒരു ഗ്യാദർ ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വിശാലമായ ഒരു സിറ്റിംഗ് ഏരിയ, ഒരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ബാക്ക് വാട്ടർ വ്യൂ ആണ്. ബാക്ക് വാട്ടർ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ക്യാമ്പ് ഫയർ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നൈറ്റ് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറ്റിയിട്ട് നല്ലൊരു ഭംഗിയായിട്ടൊരു ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട്. നമുക്ക് ഈവനിങ് ടൈമിൽ ഒരു കോഫിയൊക്കെ കുടിച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടിരിക്കാം. അവിടെ ഒരു ക്യാമ്പ് ഫയർ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വാട്ടർ വ്യൂ കണ്ടാൽ തന്നെ അറിയാം, നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഒരു ഹോം സ്റ്റേ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക ഹോം സ്റ്റേയിൽ പൂളൊന്നുമില്ല, പിന്നെ എങ്ങനെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, അടിപൊളി ഒരു പൂൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കിഡ്സ് പൂളും ഉണ്ട്, കോമൺ വലിയൊരു പൂളും ഉണ്ട്, നല്ല ഡെപ്ത് ഉണ്ട്, നല്ല നീളവും നല്ല ലെങ്ത് ഒക്കെ ഉള്ള പൂളാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം പൂളിൽ സ്പെൻഡ് ചെയ്യാം. ബാച്ചിലേഴ്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒരേപോലെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ഹോം സ്റ്റേ ആണിത്. നിങ്ങളൊരു ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്വിങ്, സീസോ, അതുപോലെ ഒരുപാട് ഗെയിം ഐറ്റംസ്, സ്ലൈഡർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കിഡ്സ് പാർക്ക് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പ്രോപ്പർട്ടി തന്നെ ഒരു 2 ബെഡ്റൂമിന്റെ വേറെ ഒരു ഹോം സ്റ്റേയും കൂടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ അവരെങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഇവിടുത്തെ നല്ല ബാക്ക് വാട്ടറിന്റെ ഒരു അടിപൊളി വ്യൂ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. ഇതവിടെ ഒരു സ്വിംഗ് ഒക്കെ ഉണ്ട്, സ്വിങ്ങിലൊക്കെ ഇരുന്ന്, അതുപോലെ ബെഞ്ച് കാര്യങ്ങൾ, എനി ടൈം എല്ലാ സമയത്തും ഇവിടെ നല്ല കാറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ആ ഡാമിന്റെ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ ലോങ് വ്യൂ കാണാം, ഫുൾ ബാക്ക് വാട്ടർ ആണ്, നല്ല അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ റൂം ഒക്കെ എങ്ങനെ ഒരു സെറ്റ് ചെയ്തൊക്കെ നമുക്ക് നോക്കാം. റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ 2 ബെഡ്റൂമിന്റെ ഈ ഹോം സ്റ്റേയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു സിറ്റിംഗ്, ഒരു സോഫയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വലിയ ഹോളാണ് ഇവിടെ, അത്യാവശ്യം വലിയൊരു ഹോളാണ്. ഇവിടെ ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്, ചെയർസും കാര്യങ്ങളും, ഒരു റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഈ 2 ബെഡ്റൂം കോട്ടേജിന്റെ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ്. ബെഡ്റൂം എല്ലാം നല്ല ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട്, ആ വിൻഡോന്റെ അവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഡാമിലേക്ക് ഒരു ബാക്ക് വാട്ടർ വ്യൂ ഉണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. 2 റൂമും അറ്റാച്ച്ഡ് ആണ്. വാഷ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം.
അടുത്ത ബെഡ്റൂമും നല്ല ഭംഗിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ബെഡ്റൂമിൽ നിന്നാണെങ്കിലും നമുക്കിതാ ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് തന്നെ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. നമ്മൾ ശരിക്കും ഒരു റിവറൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന ആ ബാക്ക് വാട്ടറിൻ്റെ ഒരു വ്യൂ അടിപൊളിയാണ്. പിന്നെ നമ്മളിനി പോകുന്ന ഇവിടുത്തെ കിച്ചൺ ഏരിയയിലേക്കാണ്. ഇപ്പോൾ നമുക്കിനി സെൽഫായിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യം, ഗ്യാസ് സ്റ്റവ്, പാത്രങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സെൽഫ് കുക്കിങ്ങിൻ്റെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ തന്നെയാണ്. വ്യൂ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എന്താ ഈ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടുത്തെ ഒരു സിറ്റ് ഔട്ട് ഏരിയ ഇരുന്നുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി വ്യൂ ആസ്വദിക്കാൻ പറ്റും. ആ ലോങ് വ്യൂ, അതായത് ഒരു ബാക്ക് വാട്ടർ ശരിക്കും ഒരു റിവറൊക്കെ ഇങ്ങോട്ട് ഒഴുകി വരുന്ന ആ ഒരു ഭംഗിയായിട്ടുള്ള ഒരു ശരിക്കും നമ്മൾ ഒരു സീനറി കാണുന്ന ഒരു വ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞോടെ നമ്മുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ പ്രോപ്പർട്ടിയുടെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ. ആ ഒരു ബാക്ക് വാട്ടർ വ്യൂ നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് തന്നെ ഇവിടുത്തെ വ്യൂ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ 24 hours ഇവിടെ കാറ്റാണ്. ഇപ്പം നമ്മൾ നല്ല ചൂട് ക്ലൈമറ്റിൻ്റെ ഒരു മാസമാണ് ഇത്, മാർച്ച് മാസം എന്ന് പറയുന്നത്. പക്ഷേ എനി ടൈം എപ്പോഴും ഇവിടെ നല്ലൊരു എന്താ പറയുക, എനി ടൈം ഇവിടെ കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നല്ല ചൂടെന്നുള്ളൊരു ഫീൽ ചെയ്യത്തേയില്ല, അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ്, ഇവിടുത്തെ സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു വാച്ച് ടവർ ആണ്. അപ്പോൾ നമുക്ക് വാച്ച് ടവറിലേക്ക് പോകാം. വാച്ച് ടവർ അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കയറി വേണം മേലെ എത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ മേളിലെത്തിയ അടിപൊളി വ്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് മേളിൽ കയറി നോക്കാം എങ്ങനെ വ്യൂ ഒക്കെ എങ്ങനെയാണ്. ഞാൻ വാച്ച് ടവറിൻ്റെ മേലെ എത്തിയിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല, അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ് വ്യൂ. അതുപോലെ തന്നെ നല്ല കാറ്റ്. ഇവിടെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾക്ക് ആ ക്യാമറ അങ്ങോട്ട് നോക്കി കാണാം, എന്നാ വ്യൂ ആണ് നോക്കി, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നിങ്ങളിവിടെ ഡയറക്റ്റ് വന്നിട്ട് തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. 24 hours ഇവിടെ കാറ്റാണ്. ആ കാറ്റിങ്ങനെ എന്താ പറയുക, എത്ര ചൂടാണെങ്കിലും നമുക്ക് നല്ല കൂളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഹോം സ്റ്റേ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ വേണം. ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് ഒരേപോലെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഈ ഹോം സ്റ്റേനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ബാക്ക് വാട്ടർ വ്യൂ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഡയറക്റ്റ് നിങ്ങൾ എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഈ നമ്പർ താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബുക്കിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സൈനിങ് ഓഫ് ജിതിൻ.